ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ. എല്ലാവരെയും ഞാൻ പുതിയ വീഡിയോയിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ ഒരു പുഡിംഗ്, മാംഗോ ജെല്ലി പുഡിംഗ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ? നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ പുഡിങ്ങിലേക്കായിട്ട് ഒരു പഴുത്ത മാമ്പഴം എടുത്തിട്ടുണ്ട്. ഇതിനെ വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചു. അതിനെ ഒരു ബ്ലെൻഡറിലേക്ക് മാറ്റി നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. കഷ്ണങ്ങൾ നല്ല സ്മൂത്തായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഈ മാംഗോ പൾപ്പ് കൊണ്ട് ജെല്ലി ഉണ്ടാക്കണം. അതിലേക്കായിട്ട് ഒരു കടായി ലോ ഫ്ലെയിമിൽ സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. മാംഗോ പൾപ്പ് കടായിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഏകദേശം 1.5 ഗ്ലാസോളം വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്തു. ചെറുതായി ചൂടായി വരുന്ന ഈ മാംഗോ പ്യൂരിയിലേക്ക് ഏകദേശം 1/2 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തു. അതിനുശേഷം ഇതിലേക്ക് 2 ചെറിയ സ്പൂൺ ജെലാറ്റിൻ പൗഡർ ആഡ് ചെയ്തു. ജെലാറ്റിൻ പൗഡർ ചേർത്തതിന് ശേഷം കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ ചെറിയ കട്ടകളായിട്ട് രൂപപ്പെട്ട് കിടക്കും. അതിനാലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ബൗളിൽ ചൂടുവെള്ളത്തിൽ കുതിർത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മാംഗോ പ്യൂരി ഒരുവിധം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് മെൽറ്റായി നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂട് ആറിയതിന് ശേഷം ഈ മാംഗോ ജെല്ലി ജ്യൂസിനെ ഒരു ബൗളിലേക്ക് മാറ്റണം. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഏകദേശം 1 മണിക്കൂറോളം സെറ്റ് ചെയ്യാൻ വെക്കണം. ഇനി പുഡിങ്ങിലേക്കായിട്ടുള്ള മിൽക്ക് തയ്യാറാക്കാം. ഇതിലേക്കായിട്ട് 2.5 ഗ്ലാസ് മിൽക്ക് ഒരു കടായിലേക്ക് ഒഴിച്ചു കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായി ഇളക്കി കൊടുത്തു. പാല് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 2 ചെറിയ സ്പൂൺ ജെലാറ്റിൻ പൗഡറും ചേർത്ത് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 സ്പൂണോളം ചേർക്കാം. കുറച്ച് ഹാർഡായിട്ടിരിക്കും. ഞാനിവിടെ കുറച്ച് സോഫ്റ്റ് ആകാൻ വേണ്ടി 2 ചെറിയ സ്പൂൺ ജെലാറ്റിൻ പൗഡറാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ജെലാറ്റിൻ ചേർത്തതിന് ശേഷം കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. എന്നാലേ അത് നന്നായിട്ട് മിക്സായി വരികയുള്ളൂ. ചേർത്ത് കൊടുത്ത ജെലാറ്റിൻ പൗഡർ നല്ലതുപോലെ മെൽട്ടായിട്ടുണ്ട്. കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. പാലിവിടെ ഒരുവിധം ചൂടായി വരുന്നുണ്ട്. ജെലാറ്റിൻ മിൽക്ക് മിക്സ് നല്ലതുപോലെ ചൂടായി വന്നു. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റി വയ്ക്കാം, ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റണം. 1 മണിക്കൂർ കഴിഞ്ഞു. മാംഗോ ജെല്ലി ഇവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ജെലാറ്റിൻ പൗഡർ കുറച്ചിട്ടതുകൊണ്ട് ജെല്ലി നല്ല സോഫ്റ്റാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് ഇളക്കണം, ഇല്ലെങ്കിൽ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. ജെല്ലി കുറച്ച് ഹാർഡായിട്ട് കിട്ടണമെങ്കിൽ ജെലാറ്റിൻ പൗഡർ കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണം. ഇനി ജെല്ലി പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കണ്ടെയ്നർ എടുക്കാം. ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ് എടുത്തത്. നല്ല ഡിസൈൻ ഉള്ളതുകൊണ്ടാണ് ഇത് സെലക്ട് ചെയ്തത്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരെണ്ണത്തിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. അപ്പോൾ നേരത്തെ തയ്യാറാക്കി തണുക്കാൻ വെച്ച മിൽക്ക് മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അത് നന്നായിട്ട് തണുത്തിരിക്കണം. പ്ലാസ്റ്റിക്കാണ്. മിൽക്ക് ജെല്ലി മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് മാംഗോ ജെല്ലി പീസസ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കണം. ഒരു ചെറിയ സ്പൂൺ വെച്ച് ഇളക്കി ഒന്ന് കൊടുക്കണം. ഇല്ലെങ്കിൽ മാംഗോ പീസസ് എല്ലാം താഴെ മാത്രം അടിഞ്ഞു കൂടിയിരിക്കും. ഇത് ഒരുപോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഏകദേശം 1.5-2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞു. മാംഗോ പുഡിംഗ് ഇവിടെ സെറ്റായോ എന്ന് നോക്കാം. ആദ്യമായിട്ടാണ് ഇത്തരമൊരു കണ്ടെയ്നറിൽ സെറ്റാക്കാൻ വേണ്ടി വെക്കുന്നത്. പുഡിംഗ് പൊട്ടിപ്പോകുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നേരെ കിട്ടിയിട്ടുണ്ട്. കാരണം ജെലാറ്റിൻ സോഫ്റ്റ് ആകാൻ വേണ്ടി കുറച്ച് മാത്രമേ ചേർത്തിരുന്നുള്ളൂ. നല്ല ഡിസൈനും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. കൈവച്ചൊന്ന് തൊട്ടപ്പോൾ തന്നെ നല്ലപോലെ അത് തുള്ളിക്കളിക്കുന്നു. അപ്പോൾ ഈ തുള്ളിക്കളിക്കുന്ന മാംഗോ ജെല്ലി പുഡിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് തരാനും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മടിക്കരുതേ. അപ്പോൾ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സബ്ബ് തന്ന് സപ്പോർട്ട് തരാനും മറക്കരുതേ. മാങ്ങാക്കാലമാണ്. ഈ പുഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീട്ടുകാരെയും വിരുന്നുകാരെയും ഞെട്ടിക്കാൻ വേണ്ടി ഇന്ന് തന്നെ ട്രൈ ചെയ്യുക.
അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ.